ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആശീർവാദങ്ങൾ കൊണ്ടല്ല, ഉൽപ്പന്നങ്ങൾക്ക് അന്തസ്സുറ്റ വില നൽകിയാണ് കർഷകനെ ആദരിക്കേണ്ടതെന്ന് മന്ത്രി പി പ്രസാദ്. ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ മേള 2025 കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 10K FPO മേളയ്ക്ക് തുടക്കമായി. കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ FPO മേള മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. താൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാൻ അധികാരമില്ല എന്നതാണ് കർഷകർ എക്കാലവും നേരിടുന്ന വെല്ലുവിളിയെന്ന് മന്ത്രി പറഞ്ഞു. കർഷകരെ ദൈവമായി അവതരിപ്പിക്കുകയും പ്രകീർത്തനം നടത്തുകയും ചെയ്യുമ്പോഴും കർഷകർക്ക് മാന്യമായ ജീവിത സാഹചര്യം ഉറപ്പാക്കാനാകുന്നില്ല. വില നിശ്ചയിക്കാനുള്ള അധികാരം കർഷകർക്കാകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കർഷകന് വർധനമുണ്ടാക്കാൻ, വരുമാനത്തിൽ വർധനമുണ്ടാക്കാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ഇടപെട്ടേ മതിയാവുകയുള്ളൂ. കർഷകൻ പണിമുടക്കിയാൽ ലോകത്തിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് പ്രതിസന്ധി ഉണ്ടാവാൻ പോകുന്നത്. 2050 ലോകത്ത് ഫുഡ് വാർ ചിലരൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയെ ലോകം കാണുന്നിടത്താണ്. അത് ഉണ്ടാവാതിരിക്കാൻ ഏതെങ്കിലും ലോക രാജ്യങ്ങളുടെ തലവന്മാർ ഒപ്പിട്ടാൽ പോരാ. കഴിഞ്ഞ ദിവസങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഉക്രൈന്റെ ഭരണാധികാരിയെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രണ്ടു കൂട്ടർ തമ്മിലിരുന്ന് ഒപ്പുവെക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം ഇല്ലാണ്ടാവില്ല. ഈ പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ഭക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, പട്ടിണി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നത് കൃഷിക്കാരനെ കൃഷിയിടത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാബ്കോ അഡീഷണൽ മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ IS കാബ്കോ സംരംഭങ്ങളെ പരിചയപ്പെടുത്തി. ഡെപ്യൂട്ടി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് അഡ്വൈസർ ഡോക്ടർ അനിൽകുമാർ R, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ രജനി മുരളീധരൻ, AUWM വേങ്ങേരി മാർക്കറ്റ് സെക്രട്ടറി സുസമ്മ ജോർജ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു വിദ്യാർത്ഥി തന്റെ പഠനത്തിന്റെ അടിത്തറ നിർമ്മിക്കുന്നത് LP, UP